കേരളത്തിൽ പോലീസ് രാജ് അനുവദിക്കില്ലെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനമടക്കമുള്ള പോലീസ് സ്റ്റേഷനുകളിലെ കസ്റ്റഡി മർദ്ദനങ്ങളുടെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം റോക്കി ആളൂക്കാരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സേതു മാധവൻ പറയംവളപ്പിൽ, പി ടി ജോർജ്, ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സതീഷ് കാട്ടൂർ, ഭാരവാഹികളായ ശങ്കർ പഴയാറ്റിൽ, മാഗി വിൻസെന്റ്, നൈജു ജോസഫ്, ഫിലിപ്പ് ഓളാട്ടുപുറം, അഷ്റഫ് പാലിയത്താഴത്ത്, എ ഡി ഫ്രാൻസിസ്, എൻ ഡി പോൾ, എബിൻ വെള്ളാനിക്കാരൻ, വിനോദ് ചേലൂക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. ഇത് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മാത്രമല്ല, കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളിലും പോലീസ് ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള മർദ്ദനം നടത്തുകയാണ്. പരാതിക്കാർ ചെല്ലുമ്പോൾ അവരെ മർദ്ദിക്കുന്നു. പ്രതികളോട് അതിക്രൂരമായ മനുഷ്യത്വ നിലപാട് സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ പോലീസിന് വിരോധമുള്ള പല ആളുകളെയും മനഃപൂർവ്വം കേസിൽ കുടുക്കി അവരെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്ന് മർദ്ദിക്കുകയാണ്. പോലീസ് രാജാണ് ഇവിടെ നടക്കുന്നത്. ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത നിലയിലാണ് കേരളത്തിലെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് ചുമതല വഹിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന നിലയിലാണ് ഇപ്പോൾ ഓരോ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് കണ്ണുണ്ടെങ്കിൽ അദ്ദേഹം കാണേണ്ടതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ വകുപ്പിൽ പൂർണ്ണ പരാജയമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം സംഭവങ്ങളൊക്കെ തന്നെയും. നാഥനില്ല കളരിയായി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിന് അപമാനകരമായിട്ടുള്ള ഈ ഒരു പ്രവൃത്തിയിലെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയെങ്കിലും ഒഴിയാൻ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണം എന്നാണ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. ജയ് ജയ് കേരള കോൺഗ്രസ്, ജയ് ജയ് തോമസ് ഉണ്ണിയാടൻ. പോലീസ് രാജ് അവസാനിപ്പിക്കുക, പോലീസ് രാജ് അവസാനിപ്പിക്കുക, ആഭ്യന്തരമന്ത്രി രാജിവെക്കുക, ആഭ്യന്തരമന്ത്രി രാജിവെക്കുക.